നമസ്കാരം സുഹൃത്തുക്കളെ. അപ്പോൾ ഇന്ന് നമ്മൾ 7ാം ക്ലാസ് SCRT പുസ്തകത്തിൻ്റെ സോഷ്യൽ സ്റ്റഡീസ് 4ാമത്തെ ചാപ്റ്റർ അനീതിയിൽ നിന്നും നീതിയിലേക്ക് എന്ന പാഠഭാഗമാണ് നോക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ അബ്ദുൽ കലാം സാറിൻ്റെ അദ്ദേഹത്തിൻ്റെ കൃതിയിലെ ആത്മകഥയിലെ കുറച്ച് ഏടുകളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അഗ്നിച്ചിറകുകളിലെ ഞാൻ രാമേശ്വരം എലിമെൻ്ററി സ്കൂളിൽ 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഒരു ദിവസം പുതിയ ഒരു അധ്യാപകൻ ക്ലാസ്സിൽ വന്നു. ഒരു മുസ്ലിം ആണെന്ന് തിരിച്ചറിയും വിധം തൊപ്പി ധരിച്ചിരുന്ന ഞാൻ മുൻനിരയിൽ പൂണിലിട്ട രാമനാഥ ശാസ്ത്രിയുടെ തൊട്ടടുത്താണ് പതിവായി ഇരുന്നിരുന്നത്. ഹൈന്ദവ പുരോഹിതന്റെ പുത്രൻ മുസ്ലിം ബാലനോടൊപ്പം ഇരിക്കുന്നത് ഉൾക്കൊള്ളാൻ ആ അധ്യാപകന് കഴിഞ്ഞില്ല. താൻ മനസ്സിലാക്കിയിരുന്ന സാമൂഹിക ക്രമം അനുസരിച്ച് എന്നോട് എഴുന്നേറ്റ് പോയി പിൻനിരയിൽ ഇരിക്കാൻ അദ്ദേഹം ആവശ്യപ്പെട്ടു. എനിക്ക് വലിയ ദുഃഖം തോന്നി. രാമനാഥ ശാസ്ത്രിയും സങ്കടപ്പെട്ടു. പിൻനിരയിലെ ഇരിപ്പിടത്തിലേക്ക് ഞാൻ മാറിയപ്പോൾ വിതുമ്പി കരയുന്ന അദ്ദേഹത്തിന്റെ മുഖം എൻ്റെ മനസ്സിൽ മായാത്ത മുദ്രയായി. സ്കൂൾ വിട്ട് വീട്ടിൽ ചെന്നപ്പോൾ ഞങ്ങൾ ഇരുവരും മാതാപിതാക്കളോട് ഈ സംഭവത്തെക്കുറിച്ച് പറയുകയുണ്ടായി. ലക്ഷ്മണശാസ്ത്രി ആ അധ്യാപകനെ വിളിപ്പിച്ചു. എന്നിട്ട് ഞങ്ങളുടെ സാന്നിധ്യത്തിൽ തന്നെ നിഷ്കളങ്കരായ കുട്ടികളുടെ മനസ്സിൽ സാമൂഹിക അസമത്വത്തിന്റെയും അസഹിഷ്ണുതയുടെയും വിഷം പരത്തരുതെന്ന് പറയുകയുണ്ടായി. തന്റെ തെറ്റായ പ്രവൃത്തിയിൽ ആ അധ്യാപകൻ ഖേദിച്ചെന്ന് മാത്രമല്ല, ലക്ഷ്മണശാസ്ത്രി നൽകിയ ശക്തമായ സന്ദേശത്തിന്റെ ചൈതന്യം വഴി ആത്യന്തികമായി പരിവർത്തനപ്പെടുകയും ഉണ്ടായി. അപ്പോ സമൂഹത്തിലെ ചില വിഭാഗങ്ങൾക്ക് അർഹിക്കുന്ന പരിഗണന നൽകാതെ മാറ്റി നിർത്തുന്ന സാഹചര്യം നിലനിന്നിരുന്നു എന്നാണ് നമുക്ക് APJ അബ്ദുൽ കലാമിന്റെ ഈ അനുഭവം സൂചിപ്പിക്കുന്നത്, അല്ലെ? സമൂഹത്തിന്റെ മുഖ്യധാരയിൽ നിന്ന് വ്യക്തികളെ ഒഴിവാക്കൽ, അവസരങ്ങൾ നിഷേധിക്കൽ, സാമൂഹികമായി വിവേചിക്കൽ തുടങ്ങിയ പ്രവണതകളെയാണ് അനീതി എന്ന് വിശേഷിപ്പിക്കുന്നത്. മുൻവിധിയോടെ ചില സാമൂഹിക വിഭാഗങ്ങളെ അവരുടെ ജാതിയുടെയോ മതത്തിന്റെയോ വർഗത്തിന്റെയോ പേരിൽ ഒഴിവാക്കിയിരുന്നു. കഴിവുകൾ ഉണ്ടായിട്ടും തൊഴിലും വിദ്യാഭ്യാസവും അവസരങ്ങൾ നിഷേധിക്കുക, അവസരങ്ങൾ ഉണ്ടായിട്ടും നൽകാതിരിക്കുക, വ്യക്തി എന്ന നിലയിലുള്ള പരിഗണനകൾ കൊടുക്കാതിരിക്കുക തുടങ്ങിയ പ്രവൃത്തികളിലൂടെയും ചില സാമൂഹിക വിഭാഗങ്ങളെ അരികുകളിലേക്കാക്കിയിരുന്നു. സാമൂഹിക നീതി നേടിയെടുക്കുന്നതിനായി നേതൃത്വം നൽകിയ പ്രധാന വ്യക്തികളെക്കുറിച്ചും സംഭവങ്ങളെക്കുറിച്ചുമാണ് ഈ പാഠഭാഗത്തിൽ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ അരിക്, വശം, പാർശ്വം എന്നൊക്കെയുള്ള പദങ്ങൾ നിങ്ങൾക്ക് പരിചയമുള്ളതല്ലേ? എന്തെല്ലാം അർത്ഥത്തിലാണ് ഈ വാക്കുകൾ സാധാരണയായി ഉപയോഗിക്കുന്നത്? അരിക്, വശം, പാർശ്വം എന്നീ പദങ്ങൾ ഒരു സ്ഥലത്തിന്റെയോ വസ്തുവിന്റെയോ അറ്റത്തുള്ള ഭാഗത്തെ സൂചിപ്പിക്കാനും ഉപയോഗിക്കുന്നുണ്ടല്ലേ? എന്നാൽ സാമൂഹികമായ അർത്ഥത്തിലാണെങ്കിലോ, തുല്യ പരിഗണന ലഭിക്കേണ്ട സാഹചര്യങ്ങളിൽ നിന്ന് ചില വിഭാഗങ്ങളെ മനഃപൂർവ്വമോ അല്ലാതെയോ മാറ്റി നിർത്തുന്ന പ്രക്രിയയാണ് അരികവൽക്കരണം, അല്ലേ? അല്ലെങ്കിൽ പാർശ്വവൽക്കരണം എന്ന് പറയുന്നത്, അഥവാ മാർജിനലൈസേഷൻ. അപ്പോൾ ഇത് സാമൂഹികമായ വേർതിരിവും അനീതിയും സൂചിപ്പിക്കുന്നു. സമൂഹത്തിൽ വിവിധ കാരണങ്ങൾ കൊണ്ട് അരികുവൽക്കരണം സംഭവിക്കാം. ഉദാഹരണത്തിന് സാമ്പത്തികമായ പിന്നോക്കാവസ്ഥ, ജാതി, മതം, ലിംഗഭേദം, വിദ്യാഭ്യാസമില്ലായ്മ തുടങ്ങിയവയെല്ലാം തന്നെ ഇതിന് കാരണമാകാം. അരികുവൽക്കരണം എന്നാൽ തുല്യ പരിഗണന ലഭിക്കേണ്ട ഇടങ്ങളിൽ നിന്ന് ചില വിഭാഗങ്ങളെ മാറ്റി നിർത്തുന്ന പ്രക്രിയയാണ്. ഈ വാക്കുകൾ സാധാരണയായി ഒരു വസ്തുവിന്റെയോ സ്ഥലത്തിന്റെയോ അറ്റത്തുള്ള ഭാഗത്തെ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്നു. എന്നാൽ സാമൂഹികമായ അർത്ഥത്തിൽ ഇത് സാമൂഹികമായ വേർതിരിവിനെയും അനീതിയെയും സൂചിപ്പിക്കുന്നു. അപ്പോൾ ഇവിടെ കുറച്ച് ചിത്രങ്ങൾ നമുക്ക് തന്നിരിക്കുകയാണ്. എന്തൊക്കെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്ന അവസ്ഥകൾ? എന്തൊക്കെയാണ്? പ്രകൃതിക്ഷോഭമൊക്കെയാണ്, അല്ലേ? പിന്നെന്താണ് കാണുന്നത്? പ്രകൃതിക്ഷോഭം എന്താണ്? പ്രകൃതിപരമായ കാരണങ്ങളാൽ സംഭവിക്കുന്ന ദുരന്തങ്ങളാണ്, അല്ലേ? അപ്പോൾ വെള്ളപ്പൊക്കം, ഭൂമി ഉലുക്കം, ഉരുൾപൊട്ടൽ, കടൽക്ഷോഭം തുടങ്ങിയവയൊക്കെ ഈ പ്രകൃതിക്ഷോഭത്തിൽ പെടുന്നതാണ്. അല്ലെങ്കിൽ മണ്ണിടിച്ചിൽ, അല്ലെ? മണ്ണിടിച്ചിലും ഒക്കെ പ്രകൃതി ദുരന്തങ്ങളും പിന്നെ നാശനഷ്ടങ്ങൾ സംഭവിക്കുന്ന അവസ്ഥയാണ്. അപ്പോൾ പ്രകൃതിപരമായ കാരണങ്ങളാൽ ഉണ്ടാകുന്ന ദുരന്തങ്ങളെയാണ് പ്രകൃതിക്ഷോഭം എന്ന് സൂചിപ്പിക്കുന്നത്. മനുഷ്യനിർമ്മിത ദുരന്തങ്ങളിൽ നിന്ന് ഇവ വ്യത്യസ്തമാണ്. എന്നിരുന്നാലും രണ്ടും വസ്തുവകകളുടെ നഷ്ടത്തിനും അരികുവൽക്കരണത്തിനും ഇടയാക്കുന്നുണ്ട്. അപ്പോൾ പ്രകൃതി ദുരന്തം, മനുഷ്യനിർമ്മിത ദുരന്തം, നാച്ചുറൽ ആൻഡ് മാൻമെയ്ഡ് ഡിസാസ്റ്റേഴ്സ് എന്നിവയാൽ സ്വന്തമായി ഉണ്ടായിരുന്ന വസ്തുവക
നഷ്ടപ്പെടുന്നതിലൂടെ അരികുവൽക്കരണം ഉണ്ടാകുന്നു. വെള്ളപ്പൊക്കം, ഭൂമികുലുക്കം, ഉരുൾപൊട്ടൽ, കടൽക്ഷോഭം മുതലായ പ്രകൃതി ദുരന്തങ്ങൾ വഴിയും യുദ്ധം, അപകടം, വ്യവസായശാലകളിലെ ദുരന്തങ്ങൾ മുതലായ മനുഷ്യനിർമ്മിത ദുരന്തങ്ങൾ വഴിയും അരികുവൽക്കരണം സംഭവിക്കുന്നു. ജാതി, മത, ഗോത്ര, ലിംഗ പദവികളിലെ വ്യത്യാസത്തിന്റെ അടിസ്ഥാനത്തിൽ ചിലരെ മനഃപൂർവ്വം ഒഴിവാക്കുന്നത് വഴി എക്സ്ക്ലൂഷൻ, അരികുവൽക്കരണവും സംഭവിക്കുന്നുണ്ട്. വിദ്യാഭ്യാസത്തിനുള്ള അവസരം നിഷേധിക്കുന്നത് ഇതിന് ഉദാഹരണമാണ്. അപ്പോൾ ആരൊക്കെയാണ് സമൂഹത്തിൽ അരികുവൽക്കരണം നേരിടുന്നത്? സമൂഹത്തിൽ അരികുവൽക്കരിക്കപ്പെടുകയും വിവേചനം നേരിടുകയും ചെയ്യുന്ന നിരവധി വിഭാഗങ്ങളുണ്ട്. അവരിൽ ചിലരാണ് സ്ത്രീകൾ, ട്രാൻസ്ജെൻഡറുകൾ, ദളിതർ, ഗോത്രവിഭാഗക്കാർ, ന്യൂനപക്ഷങ്ങൾ, ദാരിദ്ര്യം നേരിടുന്നവര്, അഭയാർത്ഥികൾ, ഭിന്നശേഷിക്കാർ, ജയിൽ മോചിതർ തുടങ്ങിയവര് ഇതിന് ഉദാഹരണങ്ങളാണ്. പാർശ്വവൽക്കരിക്കപ്പെടുന്ന സമൂഹത്തിലെ ഉദാഹരണമാണ്. അപ്പോൾ ഇതിൽ ഓരോ വിഭാഗത്തിനും ഈ പാർശ്വവൽക്കരണത്തിന് എതിരെയുള്ള പോരാട്ടത്തിന്റെ ചരിത്രമുണ്ട്. അപ്പോൾ നമുക്കിവിടെ ഒരു ഇത് തന്നിരിക്കുകയാണ്. ഊരൂട്ടമ്പലത്തെ സർക്കാർ UP വിദ്യാലയം ഇനി അയ്യങ്കാളി പഞ്ചമി സ്മാരക വിദ്യാലയം. ഊരൂട്ടമ്പലം സർക്കാർ UP സ്കൂൾ ഇനി മുതൽ അയ്യങ്കാളി പഞ്ചമി സ്മാരക ഗവൺമെന്റ് UP സ്കൂൾ എന്ന് അറിയപ്പെടും. ഊരൂട്ടമ്പലം സർക്കാർ UP സ്കൂൾ ഇനി മുതൽ അയ്യങ്കാളി പഞ്ചമി സ്മാരക ഗവൺമെന്റ് UP സ്കൂൾ എന്നറിയപ്പെടും. കുടിപ്പള്ളിക്കൂടമായിരുന്ന ഊരൂട്ടമ്പലം ഗവൺമെന്റ് UPSലായിരുന്നു ചരിത്രം മാറ്റിമറിച്ച സമരത്തിന് അയ്യങ്കാളി തുടക്കം കുറിച്ചത്. പഞ്ചമി എന്ന ദളിത് ബാലികയെ സ്കൂളിൽ പഠിക്കാൻ അനുവദിക്കാത്തതിൽ പ്രതിഷേധിച്ച് പഞ്ചമിയുടെ കൈ പിടിച്ച് അയ്യങ്കാളി സ്കൂളിലേക്ക് വരികയും സ്കൂളിൽ കയറ്റി ഇരുത്തുകയും ചെയ്തു. പഞ്ചമി കയറിയതിന്റെ ഭാഗമായി ജന്മിമാർ സ്കൂളിന് തീവച്ചു. പകുതി കത്തിയ ബെഞ്ച് ഉൾപ്പെടെയുള്ള അവശേഷിപ്പുകൾ ഇന്നും സ്കൂൾ മ്യൂസിയത്തിൽ കാണാം. അപ്പോൾ ഈ വാർത്ത നമ്മളിപ്പോൾ വായിച്ചല്ലോ. ഇതില് താഴ്ന്ന ജാതി എന്ന് കരുതപ്പെട്ടവർക്ക് ചരിത്രപരമായി വിദ്യാഭ്യാസ അവസരങ്ങൾ ഉയർന്ന ജാതി എന്ന് കരുതപ്പെട്ടവർ നിഷേധിച്ചിരുന്നു. വിദ്യാഭ്യാസം നിഷേധിക്കപ്പെട്ടവർക്ക് തുല്യ അവസരം ലഭ്യമാക്കുവാൻ മഹാത്മാ അയ്യങ്കാളി പരിശ്രമിച്ചു. വിദ്യാഭ്യാസത്തെ സാമൂഹ്യ പരിവർത്തനത്തിനുള്ള ഒരു ഉപാധിയെന്ന് തിരിച്ചറിഞ്ഞതാണ് അയ്യങ്കാളിയുടെ പ്രവർത്തന മഹത്വം. ജാതിയുടെ അടിസ്ഥാനത്തിലുള്ള അരികുവൽക്കരണത്തിനെതിരെ മഹാത്മാ അയ്യങ്കാളി നടത്തിയ സമരം നമ്മളിപ്പോൾ കണ്ടല്ലേ. ദളിത് വിഭാഗങ്ങൾക്ക് വാഹനത്തിൽ സഞ്ചരിക്കാനും പൊതുവഴിയിൽ നടക്കാനും നല്ല വസ്ത്രങ്ങൾ ധരിക്കാനും വിദ്യാഭ്യാസം നേടാനും അവകാശമില്ലാതിരുന്ന കാലമായിരുന്നു മുമ്പ് നിലനിന്നത്. അടിസ്ഥാന സൗകര്യങ്ങൾ, അന്തസ്സ്, തുല്യത, സ്വാതന്ത്ര്യം എന്നിവയെല്ലാം തന്നെ നിഷേധിക്കപ്പെട്ട അവസ്ഥ ഇവർക്കുണ്ടായിരുന്നു. ജാതിയുടെ അടിസ്ഥാനത്തിലുള്ള ഇത്തരം വിവേചനങ്ങൾ ഗുരുതരമായ മനുഷ്യാവകാശ ലംഘനമാണ്. അതിനെ പ്രതിരോധിക്കാൻ വിദ്യാഭ്യാസമാണ് വേണ്ടത് എന്നായിരുന്നു അരികുവൽക്കരിക്കപ്പെട്ട ജനതയുടെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിച്ച മഹത് വ്യക്തികളുടെ നിലപാട്. വിദ്യ കൊണ്ട് പ്രബുദ്ധരാവുക എന്ന സന്ദേശം നൽകിയ ശ്രീനാരായണ ഗുരുവും മറ്റ് നവോത്ഥാന നേതാക്കളും ആധുനിക വിദ്യാഭ്യാസത്തിന് പ്രചാരം നൽകി അരികുവൽക്കരണത്തെ, പാർശ്വവൽക്കരണത്തെ എതിർത്തവരാണ്. കുര്യാക്കോസ് ഏലിയാസ് ചാവറ, അയ്യ വൈകുണ്ഠസ്വാമികൾ, ചട്ടമ്പി സ്വാമികൾ, വക്കം അബ്ദുൾ ഖാദർ മൗലവി, പൊയ്കയിൽ യോഹന്നാൻ, പണ്ഡിറ്റ് KP കറുപ്പൻ, ദാക്ഷായണി വേലായുധൻ തുടങ്ങിയവരുടെ പ്രവർത്തനങ്ങൾ അതിന് ഉദാഹരണമാണ്. ഇപ്പൊ ഇവിടെ കുറച്ച് സാമൂഹ്യ പരിഷ്കർത്താക്കളെ കുറിച്ച് ഇവിടെ പറഞ്ഞിരിക്കുകയാണ്. ജ്യോതിറാവു ഫുലെ. ജാതിമത ചൂഷണത്തിന് വിധേയമായ സമൂഹത്തെ വിശേഷിപ്പിക്കുന്ന പദമാണ് ദളിത്. സാമൂഹിക മാറ്റത്തിന് തുടക്കം കുറിച്ച ജ്യോതിറാവു ഫുലെയാണ് ഈ പദം ആദ്യമായി ഉപയോഗിച്ചത്. സ്ത്രീകൾ, ദളിതർ എന്നിവർക്കായി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഫൂലെ സ്ഥാപിച്ചു. സാവിത്രിബായി ഫൂലെ. പെൺകുട്ടികൾക്കായി ഇന്ത്യയിൽ ആദ്യമായി സ്ഥാപിച്ച പൂനെയിലെ വിദ്യാലയത്തിലെ പ്രധാന അധ്യാപികയായിരുന്നു സാവിത്രിബായി ഫൂലെ. കൃഷിക്കാർക്കും തൊഴിലാളികൾക്കുമായി നിശപാഠശാല സ്ഥാപിച്ചു. വിദ്യാഭ്യാസ മേഖലയിലെ ഇവരുടെ സമഗ്ര സംഭാവനകൾ പരിഗണിച്ച് പൂനെ യൂണിവേഴ്സിറ്റിയെ സാവിത്രിബായി ഫൂലെ പൂനെ യൂണിവേഴ്സിറ്റി എന്ന് പുനർനാമകരണം ചെയ്തു. പെരിയാർ EV രാമസ്വാമി നായ്ക്കർ. സ്വാഭിമാന പ്രസ്ഥാനത്തിന്റെ സ്ഥാപകനും ഇന്ത്യയിലെ പ്രധാന ജാതിവിരുദ്ധ സമരനായകരിൽ ഒരാളുമാണ് പെരിയാർ EV രാമസ്വാമി നായ്ക്കർ. സാമൂഹിക പരിഷ്കർത്താവായ ഇദ്ദേഹം ബ്രാഹ്മണാധിപത്യത്തിലൂന്നിയുള്ള സാമൂഹ്യ വിവേചനത്തിനെതിരെ നിലകൊണ്ടു. സ്ത്രീ വിദ്യാഭ്യാസത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ബോധ്യപ്പെടുത്തി പ്രവർത്തിച്ച വ്യക്തി കൂടിയായിരുന്നു പെരിയാർ. ദളിതരെ പോലെ തന്നെ സാമൂഹികമായ അരികുവൽക്കരണം നേരിടേണ്ടി വന്ന മറ്റൊരു വിഭാഗമാണ് ഗോത്രജനത. പ്രത്യേക
ഭൂമിശാസ്ത്ര മേഖലകളിൽ പ്രാചീന കാലം മുതൽ ഒത്തൊരുമിച്ച് താമസിക്കുന്ന ഗോത്രജനത സ്വന്തമായി അറിവ് നിർമ്മിക്കുകയും അവ പ്രയോഗിച്ച് ജീവിക്കുകയും ചെയ്യുന്നു. അവർ തനത് ജീവിത രീതിയും കലയും സാംസ്കാരിക മൂല്യങ്ങളും പിന്തുടരുന്നവരാണ്. ഗോത്രജനതയുടെ സാംസ്കാരിക സംഭാവനകൾക്ക് മുൻകാലങ്ങളെക്കാൾ പൊതുസമൂഹത്തിൽ സ്വീകാര്യത വന്നിട്ടുണ്ട്. വസിക്കുന്ന ഇടങ്ങളിലെ വിഭവങ്ങളിൽ പൂർണ്ണ അധികാരം ഉണ്ടായിരുന്ന ഗോത്രജനതയ്ക്ക് ആ അധികാരം ക്രമേണ നഷ്ടമായി. അതുമൂലമാണ് ഈ സാമൂഹിക വിഭാഗം അരികുവൽക്കരിക്കപ്പെട്ടത്. വെറിയർ എൽവിൻ ഇന്ത്യൻ നരവംശശാസ്ത്രത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട സംഭാവനകൾ നൽകിയ വ്യക്തികളിൽ ഒരാളായിരുന്നു അദ്ദേഹം. ഗോത്ര മനുഷ്യരുടെ തനത് ജീവിതത്തിന്റെ സംരക്ഷണത്തിനു വേണ്ടി പ്രവർത്തിച്ചു. ഗോത്ര മനുഷ്യരോടുള്ള ഇന്ത്യയുടെ നയം രൂപീകരിക്കുന്നതിൽ കാര്യമായി സ്വാധീനം ചെലുത്തിയ വ്യക്തിയാണ് അദ്ദേഹം, വെറിയർ എൽവിൻ. സമൂഹത്തിലെ മുഖ്യ വിഭാഗക്കാർ ഉൽപ്പാദിപ്പിക്കുന്ന അറിവ്, കല, സംസ്കാരം എന്നിവ മാത്രമാണ് മൂല്യമേറിയത് എന്ന ധാരണ പല കാലങ്ങളിലായി നിലനിന്നിരുന്നു. എന്നാൽ കല, ഭാഷ, സാഹിത്യം, വൈദ്യം, കൃഷി തുടങ്ങിയ മേഖലകളിൽ പ്രകൃതിയെ അടുത്തറിഞ്ഞ് നേടിയ മികച്ച വിജ്ഞാനവും നാട്ടറിവും സ്വന്തമായി ഉള്ളവരാണ് ഗോത്രജനത. തനതായ സംഗീത പാരമ്പര്യമുള്ള നിരവധി ഗോത്ര വിഭാഗക്കാരുണ്ട്. അടുത്തതായി നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഡോക്ടർ എ അയ്യപ്പനാണ്. തൃശൂർ ജില്ലയിലെ പവർട്ടിയിൽ 1905 ഫെബ്രുവരി 5-നാണ് അയ്യപ്പന്റെ ജനനം. ഇന്ത്യൻ സംസ്കാരങ്ങളെക്കുറിച്ച് പഠിച്ച പ്രമുഖ നരവംശ ശാസ്ത്രജ്ഞനാണ് അദ്ദേഹം. ലണ്ടൻ സ്കൂൾ ഓഫ് ഇക്കണോമിക്സിൽ നിന്ന് മൽനോവിസ്കിയുടെയും റെയ്മണ്ട് ഫിർത്തിന്റെയും കീഴിൽ ഗവേഷണ പഠനം പൂർത്തിയാക്കി. കേരളത്തിലെ ഈഴവ ഗോത്ര സമുദായങ്ങളെക്കുറിച്ചുള്ള പഠനത്തിന് സമഗ്ര സംഭാവനകൾ നൽകി. നഞ്ചിയമ്മ പാലക്കാട് ജില്ലയിലെ അട്ടപ്പാടിയിലെ ഇരുള വിഭാഗത്തിൽ നിന്നുള്ള നഞ്ചിയമ്മയ്ക്കായിരുന്നു 2020 രാജ്യത്തെ മികച്ച ഗായികയ്ക്കുള്ള ദേശീയ ചലച്ചിത്ര പുരസ്കാരം ലഭിച്ചത്. ഗോത്ര വിഭാഗത്തിൽ നിന്ന് ഈ പുരസ്കാരം നേടുന്ന ആദ്യത്തെ ആളാണ് നഞ്ചിയമ്മ. കളക്കാത്ത സന്തനമേറെ വെഗുവോക പൂത്തിറുക്കോ എന്ന തുടങ്ങുന്ന ഗാനമായിരുന്നു നഞ്ചിയമ്മ ആലപിച്ചത്. അപ്പോൾ ഇവിടെ ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട്. ഇന്ത്യൻ രാഷ്ട്രപതി ദ്രൗപദി മുർമുവിൽ നിന്നാണ് ദേശീയ ചലച്ചിത്ര പുരസ്കാരം നഞ്ചിയമ്മ ഏറ്റുവാങ്ങുന്നത്. വൈവിധ്യമാർന്ന വാദ്യോപകരണങ്ങൾ നിർമ്മിച്ച് ഉപയോഗിക്കുന്നതിനുള്ള ശേഷിയും അവർക്കുണ്ട്. അപ്പോൾ ഇവിടെ കുറച്ച് ഉപകരണങ്ങൾ അങ്ങനെ കൊടുത്തിരിക്കുകയാണ്. പെറെ, തുടി, നാട്ടി, പിന്നെന്താണ് ദവില്. സ്വന്തം ഭൂമിയിന്മേലുള്ള ഇവരുടെ അവകാശം, വിദ്യാഭ്യാസ അവസരങ്ങൾ, പോഷകാഹാര ലഭ്യത, ആരോഗ്യ സംരക്ഷണം എന്നിവ ഉറപ്പാക്കുന്നതിന് ഉതകുന്ന ക്ഷേമ പദ്ധതികളും അനന്തര നടപടികളും കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകളുടെ നേതൃത്വത്തിൽ നടന്നു വരുന്നു. ലിംഗപദവിയുമായി ബന്ധപ്പെട്ട അരികുവൽക്കരണം സംഭവിച്ച ഒരു സാമൂഹിക വിഭാഗമാണ് സ്ത്രീകൾ. അപ്പോ പണ്ടത്തെ ഒരു അനുഭവം ഇവിടെ കൊടുത്തിരിക്കുകയാണ്. അക്കാലത്തെ നാടകത്തിൽ അഭിനയിക്കാൻ സ്ത്രീകളെ കിട്ടുമായിരുന്നില്ല. സ്ത്രീകൾ അഭിനയ രംഗത്തേക്ക് വരുന്നത് മോശമാണെന്നായിരുന്നു സമൂഹം വിശ്വസിച്ചിരുന്നത്. ഞാൻ നാടകത്തിൽ അഭിനയിക്കാൻ തന്നെ തീരുമാനിച്ചു. വടക്കേ മലബാറിൽ പല ഭാഗത്തും ഞങ്ങൾ നാടകം കളിക്കാൻ പോയിട്ടുണ്ട്. മുക്കത്ത് നാടകം കളിക്കുമ്പോഴാണ് എനിക്ക് കല്ലേറ് കിട്ടുന്നത്. നാടകത്തിന്റെ ഡയലോഗ് പറഞ്ഞു തീരുന്നതിന് മുന്നേ ഒരു കല്ല് വന്ന് എന്റെ മുഖത്ത് പതിച്ചു. ഞാൻ പതറിയില്ല. എന്റെ വായിലൂടെ രക്തം ഒഴുകുന്നുണ്ടായിരുന്നു. പക്ഷേ ഒറ്റ ഡയലോഗ് പോലും തെറ്റുകയോ മറക്കുകയോ ചെയ്യാതെ നാടകം പൂർത്തിയാക്കി. മഞ്ചേരിയിൽ മേലാക്കത്ത് നാടകം കളിക്കുമ്പോൾ വേദിയിൽ വെച്ച് തന്നെ എന്നെ വധിക്കുവാനുള്ള ശ്രമം നടന്നു. ഒരുപക്ഷെ ഒരു അഭിനേതാവിന് ഇത്തരം അനുഭവം ഉണ്ടാകാനിടയില്ല. നാടകം ഏതാണ്ട് പകുതി എത്തിയപ്പോൾ എന്റെ തല ലക്ഷ്യമാക്കി ഒരു വെടിയുണ്ട ചീറിപ്പാഞ്ഞു വന്നു. ഭാഗ്യമെന്ന് പറയട്ടെ, ഞാൻ ഡയലോഗ് പറഞ്ഞ് തല തിരിച്ചതിനാൽ അതെന്റെ തലയിൽ കയറിയില്ല. ഇത്തരത്തിൽ ഒരുപാട് സംഭവങ്ങൾ എനിക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട്. ഇത്തരം പ്രതിസന്ധികളൊന്നും ഞങ്ങളെ തളർത്തിയില്ല. അങ്ങനെയൊന്നും ആയിഷയെ തോൽപ്പിക്കാൻ കഴിയില്ല. നിലമ്പൂർ ആയിഷ. അപ്പോൾ അവരുടെ ജീവിത അനുഭവമാണ് ഇവിടെ പറയുന്നത്. കേരളത്തിലെ അറിയപ്പെടുന്ന നാടക സിനിമാ പ്രവർത്തകയായ നിലമ്പൂർ ആയിഷയുടെ അനുഭവക്കുറിപ്പായിരുന്നു നമ്മളിപ്പോൾ വായിച്ചത്. അപ്പോൾ അവർക്ക് എന്തെല്ലാം വെല്ലുവിളികളാണ് സമൂഹത്തിൽ നിന്ന് നേരിടേണ്ടി വന്നത്? സ്ത്രീകൾ കലാപ്രവർത്തനത്തിൽ ഏർപ്പെടുന്നത് വിലക്കപ്പെട്ട ഒരു കാലം നമ്മുടെ സമൂഹത്തിലുണ്ടായിരുന്നു. കലയിൽ മാത്രമല്ല, സമൂഹത്തിന്റെ പല മേഖലകളിലും സ്ത്രീ ആയതുകൊണ്ട് മാത്രം അരികുവൽക്കരിക്കപ്പെടുകയും തുല്യ അവസരം നിഷേധിക്കപ്പെടുകയും ചെയ്ത ധാരാളം അനുഭവങ്ങൾ ചരിത്രത്തിൽ കാണാൻ കഴിയും. കലാമേഖല, വിദ്യാഭ്യാസ മേഖല, തൊഴിൽ മേഖല, ഗാർഹിക ഇടങ്ങൾ എന്നിവിടങ്ങളിൽ അവർ താഴ്ന്ന പദവി മാത്രമേ അർഹിക്കുന്നുള്ളൂ എന്ന തെറ്റായ ധാരണ സമൂഹത്തിൽ നിലനിന്നിരുന്നു. പണ്ഡിത രമാബായി 19-ാം നൂറ്റാണ്ടിൽ സ്ത്രീകളുടെ അവകാശത്തിനും ശാക്തീകരണത്തിനുമായി പ്രവർത്തിച്ച ഇന്ത്യയിലെ സാമൂഹിക പരിഷ്കർത്താക്കളിൽ പ്രധാനപ്പെട്ട വ്യക്തിയാണ് പണ്ഡിത രമാബായി. വിധവകളുടെ വിദ്യാഭ്യാസവും ക്ഷേമവും പ്രധാന പ്രവർത്തന മേഖലയായിരുന്നു. ഇന്ത്യയിലെ സ്ത്രീകളുടെ അവസ്ഥയെക്കുറിച്ച് പഠിക്കുകയും പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ട പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുകയും ചെയ്തു.
ഡോക്ടർ പുന്നൽ ലൂക്കോസ്. ഇന്ത്യൻ സർവകലാശാലകൾ സ്ത്രീകൾക്ക് MBBS പ്രവേശനം നൽകാത്തതിനാൽ ലണ്ടൻ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് അവർ ആ ബിരുദം കരസ്ഥമാക്കി. കേരളത്തിൽ വൈദ്യശാസ്ത്രത്തിൽ ബിരുദം നേടിയ ആദ്യ വനിത എന്ന നിലയിൽ പ്രശസ്തയായി. തിരുവിതാംകൂർ ലെജിസ്ലേറ്റീവ് കൗൺസിലിലെ ആദ്യ വനിതാ പ്രതിനിധിയായിരുന്നു അവർ. അടുത്തായി EK ജാനകി അമ്മാൾ. കേരളത്തിലെ തലശ്ശേരിയിൽ ജനിച്ച വിശ്വപ്രസിദ്ധയായ സസ്യശാസ്ത്രജ്ഞയാണ്. കോയമ്പത്തൂരിലെ കരിമ്പ് ഗവേഷണ കേന്ദ്രത്തിൽ അത്യുൽപാദന ശേഷിയുള്ള സങ്കര ഇനം കരിമ്പ് വികസിപ്പിച്ചു. ബൊട്ടാണിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ആദ്യ ഡയറക്ടർ ജനറൽ 1977 രാജ്യം പത്മശ്രീ പുരസ്കാരം നൽകി അവരെ ആദരിച്ചു. സ്ത്രീകൾക്ക് പുറമെ ട്രാൻസ്ജെൻഡർ വിഭാഗക്കാരും ലിംഗപദവി വിവേചനം അനുഭവിക്കുന്നുണ്ട്. എന്താണ് ട്രാൻസ്ജെൻഡർ? ട്രാൻസ്ജെൻഡർ വ്യക്തി എന്നാൽ ജനന സമയത്ത് ആ വ്യക്തിക്ക് നൽകിയിട്ടുള്ള ലിംഗപദവിയുമായി പൊരുത്തപ്പെടാത്ത വ്യക്തി എന്നാണ് അർത്ഥമാക്കുന്നത്. ഇതിൽ ട്രാൻസ് പുരുഷനും ട്രാൻസ് സ്ത്രീയും ഉൾപ്പെടും. ന്യൂനപക്ഷം എന്താണ്? മൈനോരിറ്റി. മൊത്തം ജനസംഖ്യയിൽ എണ്ണത്തിൽ കുറവുള്ള വിഭാഗങ്ങൾ എന്ന അർത്ഥത്തിൽ പ്രയോഗിക്കുന്ന പദമാണ്. ഇച്ഛാശക്തിയുടെ വിജയം എന്ന് പറഞ്ഞാൽ നമുക്കിവിടെ ഒരു കുറിപ്പ് ഇവിടെ തന്നിരിക്കുകയാണ്. ഇരുട്ട് പടർന്ന ജീവിതത്തെ നിശ്ചയദാർഢ്യം കൊണ്ട് നേരിട്ട് ക്ലാസ് മുറിയിൽ വെളിച്ചം പരത്തുകയാണ് ഹുസ്നയും ഫെബിനും. ചക്രക്കസേര ഒരു പരിമിതി അല്ലെന്ന് തെളിയിച്ച് ഷേക്സ്പിയറിനെയും ഷെല്ലിയെയും ഒക്കെ മനോഹരമായി പകർന്നു കൊടുക്കുകയാണ് തിരുവനന്തപുരത്തുകാരിയായ ശാരദാദേവി. ശാരീരികമായ വെല്ലുവിളികളെ അതിജീവിച്ച് ജീവിത വിജയം കൈവരിച്ച ഈ 3 അധ്യാപികമാരും ഭിന്നശേഷിക്കാർക്ക് മാതൃകയായിരിക്കുന്നു. അപൂർവ രോഗം ബാധിച്ച് ചക്രക്കസേരയുടെ സഹായമില്ലാതെ ചലിക്കാനാവാത്ത ശാരദാദേവി പഠനത്തിൽ എന്നും മുൻനിരയിലായിരുന്നു. ഫെബിൻ മറിയം ജോസിന് 17-ാം വയസ്സിലാണ് കാഴ്ച നഷ്ടമായത്. കാഴ്ചയില്ലായ്മ ജീവിത നേട്ടം കൈവരിക്കാൻ തടസ്സമല്ലെന്ന് തെളിയിച്ച ഹെലൻ കെല്ലറാണ് ഫെബിന്റെ ഹീറോ. നെടുമങ്ങാട് അഴീക്കോട് സ്വദേശിയായ ഹുസ്നയ്ക്ക് 11.5 വയസ്സുവരെ കാഴ്ചയുണ്ടായിരുന്നു. കുടുംബത്തിന്റെ പിന്തുണയോടെയാണ് പഠനത്തിൽ മിടുക്കികളായ മൂവരും പരിമിതികൾ മറികടന്ന് സർക്കാർ കോളേജുകളിൽ അധ്യാപകരായി സർവീസിൽ പ്രവേശിച്ചത്. അപ്പോൾ ശാരീരിക വെല്ലുവിളികൾ അതിജീവിച്ച് ജീവിത വിജയം നേടിയ 3 വ്യക്തികളെക്കുറിച്ചാണ് നമ്മളിപ്പോൾ വായിച്ചത്. ശാരീരിക സവിശേഷത മൂലം സമൂഹത്തിലെ മറ്റ് ജനവിഭാഗങ്ങളെ അപേക്ഷിച്ച് നിത്യജീവിതത്തിൽ വ്യത്യസ്തമായ വെല്ലുവിളികൾ നേരിടുന്നവരാണ് ഭിന്നശേഷിയുള്ളവർ അഥവാ ഡിഫറൻ്റ്ലി ഏബിൾഡ്. പലതരം ഭിന്നശേഷി വിഭാഗങ്ങളുണ്ട്. ഓരോ വിഭാഗം ഭിന്നശേഷികൾക്കും സംഭവിക്കുന്ന അരികുവൽക്കരണം വ്യത്യസ്ത തരത്തിലാണ്. അപ്പോൾ ഭിന്നശേഷിക്കാരുടെ അവകാശ സംരക്ഷണ നിയമം 2016. ഭിന്നശേഷിക്കാർക്ക് വിവേചനരഹിതവും തുല്യതയിലൂന്നിയതുമായ സാമൂഹിക ജീവിതം ഉറപ്പുവരുത്താൻ നിലവിൽ വന്ന നിയമമാണ് ഭിന്നശേഷിക്കാരുടെ അവകാശ സംരക്ഷണ നിയമം 2016. പിന്നെ ഭിന്നശേഷിക്കാർക്ക് വേണ്ടി നടത്തുന്ന നമ്മുടെ ശാരീരികക്ഷമതയുടെ മത്സരമാണ് പാരാലിമ്പിക്സ്. നമ്മുടെ ഭിന്നശേഷിയുള്ള അത്ലറ്റുകൾ മത്സരിക്കുന്ന അന്താരാഷ്ട്ര കായിക മത്സരമായ പാരാലിമ്പിക്സ് 1948 ആരംഭിച്ചത് കേട്ടോ. 1948. വിവേചനം തടയാൻ ഭരണഘടന. ഇന്ത്യൻ ഭരണഘടനാ ശില്പി ദളിതരുടെ സാമൂഹ്യ രാഷ്ട്രീയ ഉന്നമനത്തിനു വേണ്ടി ശക്തമായി പ്രവർത്തിച്ചു. ഡോക്ടർ BR അംബേദ്കറിനെ കുറിച്ചാണ് ഈ പറയുന്നത്. ഇന്ത്യയിലെ അരികുവൽകൃത വിഭാഗങ്ങളുടെ പ്രശ്നങ്ങൾ തന്റെ രചനകളിലൂടെ അവതരിപ്പിക്കുകയും അവർക്ക് നിയമപരമായ സംരക്ഷണം സാധ്യമാകുന്നതിന് വേണ്ടി നിലകൊള്ളുകയും ചെയ്തു. അപ്പോൾ ഇന്ത്യൻ ഭരണഘടന എല്ലാ പൗരന്മാർക്കും തുല്യത ഉറപ്പുവരുത്തുന്നു. അനുച്ഛേദം 14 പറഞ്ഞിരിക്കുന്നതാണ് അല്ലെ. മതം, വംശം, ജാതി, ലിംഗഭേദം, ജനിച്ച സ്ഥലം എന്നിവയുടെ പേരിൽ യാതൊരു വിവേചനവും പാടില്ല എന്ന് ഭരണഘടന അനുശാസിക്കുന്നു. അത് അനുച്ഛേദം 15 പറഞ്ഞിരിക്കുന്നത്. ഡോക്ടർ BR അംബേദ്കർ നമ്മുടെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ചെയർമാനാണ് അല്ലേ. എന്തുകൊണ്ടാവാം നമ്മുടെ ഭരണഘടന വിവേചനങ്ങളെ പൂർണ്ണമായി നിരോധിച്ചത്? വിവേചനം സാമൂഹിക പുരോഗതിയെ തടസ്സപ്പെടുത്തുന്നു അല്ലെ, സാമ്പത്തിക അസമത്വം സൃഷ്ടിക്കുന്നു, സുരക്ഷിതമായ ഭൗതിക സാഹചര്യങ്ങൾ നിഷേധിക്കുന്നു. അപ്പൊ ഇതെല്ലാം തന്നെ നമ്മുടെ ഭരണഘടന വിവേചനങ്ങളെ പൂർണ്ണമായി നിരോധിക്കാനുള്ള കാരണങ്ങളാണ്. മറ്റ് കാരണങ്ങൾ എന്തൊക്കെയായിരിക്കാം? സാമൂഹിക പുരോഗതി. അപ്പൊ സാമൂഹിക പുരോഗതി എന്ന് പറയുമ്പോൾ വിവേചനങ്ങൾ സാമൂഹിക പുരോഗതിയെ തടസ്സപ്പെടുത്തുന്നുണ്ട്. എല്ലാവർക്കും തുല്യ അവസരം ലഭിക്കുമ്പോഴാണ് ഒരു സമൂഹം എന്ന നിലയിൽ മുന്നോട്ട് പോകാൻ സാധിക്കുന്നത്. അപ്പോൾ അത് സാമൂഹിക പുരോഗതിയുടെ കാര്യം. പിന്നെന്താണ്? തുല്യതയും നീതിയും. ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാന തത്വങ്ങളിൽ ഒന്നാണ് തുല്യത അല്ലെ. മതം, വംശം, ജാതി, ലിംഗഭേദം, പിന്നെന്താണ് ജനിച്ച സ്ഥലം എന്നിവയുടെ ഒക്കെ പേരിൽ യാതൊരു വിവേചനം പാടില്ലെന്ന് അനുച്ഛേദം 15 അനുശാസിക്കുന്നുണ്ട്. അതും നീതി ഉറപ്പാക്കുന്നു. പിന്നെന്താണ്? സാമൂഹിക ഐക്യം. വിവേചനം സമൂഹത്തിൽ ഭിന്നതയും അസ്വാരസ്യങ്ങളും സൃഷ്ടിക്കുന്നു.
വിവേചനം ഇല്ലാതാവുമ്പോൾ സാമൂഹിക ഐക്യവും സഹവർത്തിത്വവും വളരുന്നു. പിന്നെന്താണ്? മനുഷ്യാവകാശങ്ങൾ. വിവേചനം മനുഷ്യാവകാശങ്ങളുടെ ലംഘനമാണ്. ഓരോ വ്യക്തിക്കും അന്തസ്സോടെയും തുല്യതയോടെയും ജീവിക്കാനുള്ള അവകാശം ഉറപ്പാക്കുക എന്നത് ഭരണഘടനയുടെ കടമയാണ്. അപ്പോൾ വിവേചനങ്ങൾ സാമൂഹിക പുരോഗതിയെ തടസ്സപ്പെടുത്തുന്നതിനാലും തുല്യതയും നീതിയും ഉറപ്പാക്കുന്നതിനും സാമൂഹിക ഐക്യം നിലനിർത്തുന്നതിനും മനുഷ്യാവകാശം സംരക്ഷിക്കുന്നതിനു വേണ്ടിയാണ് നമ്മുടെ ഭരണഘടന വിവേചനങ്ങളെ പൂർണ്ണമായും നിരോധിച്ചത്. അപ്പോൾ സമൂഹത്തിന്റെ വളർച്ചയ്ക്കും തുല്യനീതിയുമുള്ള ജനാധിപത്യ സമൂഹത്തിന്റെ നിലനിൽപ്പിനും എല്ലാവരെയും പരിഗണിക്കുന്ന സാമൂഹിക അവസ്ഥ അത്യാവശ്യമാണ് എന്ന് നമുക്ക് മനസ്സിലായി.